ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. സനാതനധർമ്മം പകർച്ചവ്യാധിയാണ്. നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് അത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സാറുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഇന്ത്യ ലൈവിൽ നമ്മുടെ പ്രതിഷേധം അബ്ജോദ് വർഗീസ് അംബേദ്കർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എവിടെയുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളിയൊക്കെ നടത്തി. മറുപടി ഒന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്കൊരു സംശയം, ഈ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് ഇയാൾ പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും ഇപ്പോഴും എന്തായി ശരിക്കും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്താ സനാതനധർമ്മം? ഈ അബ്ജോദ് വർഗീസിൻ്റെ കാര്യത്തിൽ അജ്ഞത ഒരു കുറ്റമല്ല. നമുക്ക് ഈ ലോകത്ത് എത്രയോ കാര്യങ്ങളുണ്ട് അറിയാൻ മേലാത്തതായിട്ട്. ഒരുപാട് നമുക്ക് ഈ ലോകത്തുള്ളതിൽ 99.99% കാര്യങ്ങൾ നമുക്കറിയാത്തതാണ്. അറിയാവുന്ന വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് അജ്ഞത അതുകൊണ്ട് തന്നെ ഒരു കുറ്റമല്ല. കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നോട് ദാത എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ അത് കുഴപ്പമില്ല. പക്ഷേ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നതിൻ്റെ പേര് അഹങ്കാരം എന്നാണ്. അത് ചെയ്യാൻ പാടില്ല. അത് അഹങ്കാരമാണ്. ഈ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാത്മാഗാന്ധി എപ്പോഴും അവകാശപ്പെട്ടിരുന്നത് ഞാൻ ഒരു സനാതനധർമ്മിയാണെന്നാണ്. അതുകൊണ്ട് ഞാനൊരു സനാതന ഹിന്ദു ആകാൻ ആഗ്രഹിക്കുന്നു. അത് ഗാന്ധി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗാന്ധി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സനാതനധർമ്മം? ഗാന്ധി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്കിലും ഈ അബ്ജോദൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് കരുതി പറയുന്നതാണ്. വിവരമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും സത്യം മാത്രം ആചരിച്ച് ജീവിക്കുന്നതാണ് സനാതനധർമ്മം. വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും സത്യം മാത്രം ആചരിക്കൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് കൈവരിക്കാവുന്ന പരമപദമാണ് ഈ സനാതനധർമ്മം എന്നാണ്. ഇവിടെ വാക്കിലൊന്ന്, മനസ്സിൽ വേറൊന്ന്, കർമ്മത്തിൽ മൂന്നാമതൊന്ന് എന്ന നിലക്ക് കപടനാടക വേഷങ്ങൾ ആടിത്തിമിർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും സത്യം മാത്രം ആചരിച്ച് ജീവിക്കുന്നതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞത്. ഈ സനാതനധർമ്മം ഹിന്ദു മതമാണ്, ഹിന്ദു ധർമ്മമാണെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ്? അല്ല, സനാതനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാശ്വതം എന്നാണ്, നിത്യം, ഇറ്റേണൽ എന്നാണ്. ലോകം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല. സത്യവും അഹിംസയുമാണ് ലോകത്തെ നിലനിർത്തുന്നത്. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ലോകം നിലനിൽക്കില്ല എന്ന് പറഞ്ഞതും മഹാത്മാഗാന്ധി തന്നെയാണ്. കാരണം ഇവരൊക്കെ ഗാന്ധിയന്മാരാണല്ലോ. ഇപ്പോൾ പുതിയ ഗാന്ധിയന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ആയ കാലത്ത് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത കാലത്ത് ഇവർക്ക് ഗാന്ധി അയിത്തക്കാരനായിരുന്നു. ഇപ്പോഴാണ് ഇവർ ഗാന്ധിയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ മറ്റേതില്ലേ, ഒരു മരുന്നും ഫലിക്കാതെ വന്നു കഴിഞ്ഞാൽ കാളൻ നെല്ലായി എന്ന് പറയുന്ന രീതിയിൽ ഇവർക്കൊക്കെ കാളൻ നെല്ലായി ആയിട്ടാണ് ഗാന്ധി വന്നിരിക്കുന്നത്. ആദ്യകാലത്ത് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞവരെയൊക്കെ ഇവരെന്തായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്? ഇവരുടെ ചാനലിൽ, അതായത് എന്താണ് ആ ചാനലിൻ്റെ പേര്? ഏഷ്യാനെറ്റ്. ആ ചാനലിൽ ഗാന്ധിക്ക് എത്ര മീഡിയ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ. ഇവർ സമാധാനത്തിന് വേണ്ടിയും പിന്നെ എന്തിനു വേണ്ടിയൊക്കെയുണ്ട്, സ്വാഹോദര്യത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയൊക്കെ നിലകൊള്ളുന്നവരാണല്ലോ, സെക്കുലറിസ്റ്റുകളാണല്ലോ. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇതിനും എത്ര ശതമാനം മീഡിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്? അല്ല, അബ്ജോദ് ചാനലിലല്ല പറഞ്ഞത്, സ്വന്തം സ്പേസിലാണ് പറഞ്ഞത്. അയാൾ വർക്ക് ചെയ്യുന്ന രംഗത്ത് എത്ര കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ചാനലിൽ അയാൾ ആ ചാനലിലല്ലേ വർക്ക് ചെയ്യണം, അതിനകത്ത് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് ഇയാൾ അന്വേഷിക്കണ്ടേ? ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണല്ലോ, അതിലെത്ര കൊടുത്തിട്ടുണ്ട്? ഇല്ല. 5% പോയിട്ട് 2% മീഡിയ സ്പേസ് പോലും മഹാത്മാഗാന്ധിക്ക് കൊടുത്തിട്ടില്ല. അപ്പം ശാശ്വതം എന്ന് പറഞ്ഞാൽ ലോകത്തെ നിലനിർത്താൻ ആവശ്യമായതെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ സനാതനധർമ്മം വേണം. അതെന്താണ്? അത് സത്യവും അഹിംസയുമാണ്. ഈ 2 വാക്കുകൾ നിർവചിച്ചു ഉറപ്പിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഋഗ്വേദം. അതാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ ആദ്യം തന്നെ ഈ അഗ്നിമീലെ പുരോഹിതം എന്ന് പറഞ്ഞിട്ട്
അത് ഈ പുരോഹിതം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് എന്താണ് ഈ കർമ്മം ചെയ്യുന്നവരില്ലേ, കർമ്മം അല്ലെങ്കിൽ മറ്റേ ഒരു പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഒരു മൊല്ലാക്ക അല്ലെങ്കിൽ കർമ്മം അതല്ല, പുരത്തിന് ഹിതത്തെ ചെയ്യുന്നവൻ എന്നാണ്. ഓ അത് ശരി. അതാണ് പുരോഹിതം. പുരം എന്ന് പറഞ്ഞാൽ അത് ശരീരമാണ്. പുരം നമ്മുടെ ഗ്രാമമാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ലോകമാണ്. അപ്പം പ്രപഞ്ചത്തിന് ഹിതത്തെ ചെയ്യുന്ന അഗ്നിയെയാണ്, സത്യത്തെയാണ് നമസ്കരിക്കുന്നത്. പ്രപഞ്ചഹിതാനുവർത്തിയായി. ഹിതവും ഇഷ്ടവും രണ്ടും രണ്ടാണ്. ഹിതം തന്നെയല്ലേ ഇഷ്ടം? അല്ല, ഹിതം എന്ന് പറഞ്ഞാൽ ശ്രേയസ് ഉണ്ടാക്കുന്നതാണ് ഹിതം, പ്രേയസ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. വ്യത്യാസം എന്താ? വ്യത്യാസം പറഞ്ഞുതരാം. പ്രമേഹ രോഗിക്ക് പഞ്ചസാര ഇഷ്ടമാണ്, ഹിതകരമല്ല. അപ്പോൾ ഒരു വൈദ്യൻ പ്രമേഹ രോഗിയോട് പറയുന്നത് പഞ്ചസാര കഴിക്കരുതെന്നാണ്. അവിടെ ഹിതം പഞ്ചസാര കഴിക്കരുത് എന്നുള്ളതാണ്, ഇഷ്ടം കഴിക്കണം എന്നുള്ളതാണ്. രണ്ടും വിരുദ്ധമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ പിന്നെ പലപ്പോഴും എന്ന് വെച്ചാൽ ഈ എന്താണ് ഈ പ്രേയസി എന്നൊക്കെ കേട്ട് ഇവിടെ ഈ മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി, മലയാളത്തിലെ മിക്കവാറും കവികളുടെ പ്രശ്നം പോസ്റ്റ്മാൻ ഇല്ലാത്തതാണല്ലോ. പല കവികളുടെയും ഇപ്പം അത് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം കവികൾ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, കാരണം ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. മുമ്പ് അങ്ങനെയല്ല, പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു സാധനം ഒരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പണ്ടൊരാളൊരു കവിത എഴുതി, അത് മാരേജ് കോളേജിൽ, ആൾ പ്രസിദ്ധനായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചങ്ങമ്പുഴ ഇങ്ങനെ നിൽക്കുകയാണ്, പ്രായമുള്ള ഒരാളാണ് എഴുതിയത്, അന്നയാൾ ചെറുപ്പമായിരുന്നപ്പം. മായികെ മൽ സതി മാരിവില്ലെന്ന്. സതി സതി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടേ. അത് ശരി. ആരോടത്തും മറ്റേ പുരാണത്തിലെ അല്ലല്ല. എന്നിട്ട് ഇത് പ്രസിദ്ധീകരിക്കാണ്. അപ്പോൾ അങ്ങനെ ഈ എഴുതി എനിക്ക് കവിയെ പിടികിട്ടി. അത് ആരും ആയിക്കോട്ടെ, മായി നിങ്ങൾക്ക് പിടികിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെറ്റിപ്പോയി. അപ്പോൾ മായികയെ മത്സരിയെ മാരിവില്ലേ എന്ന് എഴുതുന്ന വിധത്തിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കവിത, അതിൽ പ്രേയസി എന്ന് പറയുമ്പോൾ പെമ്പിള്ളേരെല്ലാം തുള്ളിച്ചാടും. പ്രേയസി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖം നൽകുന്നവളെ എന്നാണ് അർത്ഥം. അത് ശരി. അല്ലാണ്ട് നല്ല അർത്ഥമല്ല അതിനുള്ളത്. കാണാൻ കൊള്ളാം, അപ്പം എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ്, നിന്നെ കാണുന്നത് ഇഷ്ടമാണെന്നാണ്. ചങ്ങമ്പുഴയെ തന്നെ നേരെ ചൊവ്വേ വായിച്ചവർക്ക് അറിയാൻ പറ്റും. ആ മനസ്വിനിയുടെ ആദ്യത്തെയും രണ്ടാമത്തെ ഉണ്ട്. ആദ്യം വിശ്വസുന്ദരിയായിട്ട് വരുന്ന മനസ്വിനി, രണ്ടാമത് അതിൻ്റെ കോലം കെട്ടിയിരിക്കുന്ന മനസ്വിനി. ആ രണ്ടാമത്തെ മനസ്വിനിയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് ചങ്ങമ്പുഴ നമ്മളെ പഠിപ്പിച്ചത്. ചങ്ങമ്പുഴയെ വായിച്ചവരാരും ആ ഭാഗത്തേക്ക് നോക്കിയില്ല എന്ന് മാത്രം. എല്ലാവരും പറയുന്നത് മറ്റെന്താണ്, ഒറ്റപ്പത്തിയോടായിരം ഇടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമുടങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് വർണ്ണിക്കുന്നത്. അത് ശരിയാണ്, പക്ഷെ അത് കഴിഞ്ഞ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഒരു കോലം കെട്ടിരിക്കുന്നത്, കാലക്കേട് വന്ന് കോലം കെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ കോലം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്രേയസി വരില്ല. അപ്പം അതുകൊണ്ട് സുഖമില്ല, ഇമ്പമില്ല. അതാ പ്രേയസി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അതുകൊണ്ട് ഈ ശ്രേയസ് ഉണ്ടാക്കുന്ന മനുഷ്യകർമ്മം അതിനെന്താണ്, അത് എന്നെയും നിങ്ങളെയും ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യലാണ്. അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടേത് തട്ടിപ്പറിച്ചെടുക്കരുത്. നമുക്കെല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ ഭക്ഷണം. അപ്പം ഞാൻ എന്ത് വേണം? എനിക്ക് വേണ്ടി എല്ലാം ഞാൻ കരുതി വയ്ക്കുകയല്ല വേണ്ടത്. എനിക്കെടുക്കാവുന്നതിൻ്റെ ഏറ്റവും കുറവ് ഞാൻ അതിൽ നിന്ന് എടുക്കുകയാണ്. ആ എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കുറവ് എടുക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ഋഗ്വേദം പറയുന്നത് 5-ാം മന്ത്രം, യജ്ഞം അധ്വരം. യജ്ഞം എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. ആ സത്യവും അഹിംസയും ജീവിതത്തിലും പ്രപഞ്ചത്തിലും പ്രയോഗിക്കുന്നതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തലക്ക് വെളിവില്ലാത്തവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിപ്ലവ മുദ്രാവാക്യങ്ങളെല്ലാം തലയിൽ കയറ്റി വച്ചിട്ട് കോളേജ് ക്യാമ്പസിനുള്ളിൽ
ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര നടന്ന രീതിയിൽ നടക്കുകയും കണ്ടവൻ്റെ എല്ലാം മെക്കിട്ട് കയറുകയും ചെയ്ത ഒരു സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഒരു സനാതനധർമ്മം മനസ്സിലാക്കാൻ കഴിയില്ല. ആ കുഴപ്പം ഈ പറഞ്ഞ കക്ഷിക്കുണ്ട്. അല്ല, അയാൾ മറ്റൊന്നുകൂടെ പറഞ്ഞു സാർ. എനിക്കിതുവരെ ഞാൻ വിശ്വാസിയല്ല. അയാളുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഞാൻ വിശ്വാസിയല്ല, പക്ഷേ എനിക്ക് ഈ വർഷം മുതൽ ക്രിസ്മസും ഈസ്റ്ററും ബക്രീദും ഒക്കെ ഉണ്ട്, ഓണമില്ല, ദീപാവലിയില്ല, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിക്കുന്നത് മോഹൻ ഭാഗവതിൻ്റെ ഇന്ത്യയിലല്ല, യോഗി ആദിത്യനാഥിൻ്റെ ഇന്ത്യയിലല്ല എന്ന് പറഞ്ഞിട്ട് സനാതനം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ അംബേദ്കറുടെ ഇന്ത്യയിലാണ്. ഒന്ന് അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ട്, അംബേദ്കർ സനാതനത്തെക്കുറിച്ചല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അംബേദ്കർ ജാതി വിവേചനം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഏറ്റവും അപകടകാരിയാണെന്ന് എത്ര പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞാൽ ഈ അംബേദ്കറിന് അല്ല അബ്ജോദിന് പിന്നെ കൈ ഉണ്ടാവത്തില്ല. അല്ല, അത് മാത്രമല്ല, ഈ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള അങ്ങനെ ആഘോഷിച്ചോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം നമുക്കൊന്നും പറയാനില്ല. ഇതാണ് ആഘോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആഘോഷിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ആഘോഷിച്ചോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അതിനെക്കുറിച്ചല്ല. അതുപോലെ ഓണവും വിഷുവും ദീപാവലിയും രാമജന്മവും ഒക്കെ ആഘോഷിക്കുന്ന കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഒരബ്ജോദും മറക്കാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് സാറേ. ഇത് പറഞ്ഞു വരുമ്പോൾ ഇനി പറയും മോഹൻ ഭഗവതിൻ്റെ കാര്യം പറയും, RSSൻ്റെ തലവരാണ്, യോഗി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇവരോടുള്ള എതിർപ്പ് രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ്. വേണമെങ്കിൽ അബ്ജോദിന് ഞാൻ RSSനെ എതിർക്കുന്നു, BJP എതിർക്കുന്നു പറയാം, പക്ഷേ സനാതന ധർമ്മത്തെ എതിർക്കുന്ന അജ്ഞതയാണ്. അല്ല, അജ്ഞതയല്ലല്ലോ സാർ, ഹിന്ദുവിനോടുള്ള വിരോധമല്ലേ? ഹിന്ദു വിരോധമുണ്ട്. ഹിന്ദു വിരോധം അവരുടെ ഈ പറഞ്ഞ ഇവരെല്ലാവരും ഈ ചാനലുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഏഷ്യാനെറ്റ്, ആ ചാനലിലുള്ള 90% ഹിന്ദു വിരോധമുണ്ട്. ഞാൻ 10% കൊടുക്കുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വാർത്ത അവതരിപ്പിക്കുമ്പോൾ, ഒരു സംഭവത്തോട് പ്രതികരണം നടത്തുമ്പോൾ ഒക്കെ അവരുടെ മനസ്സിൽ അറിയാതെ കിളമ്പുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മലയാളത്തിലുള്ളതാണ്. ഇങ്ങനെ പുളിച്ച് തകട്ടി വരുന്നത്, ദഹിക്കാതെ കിടന്നിട്ട് ആ കിളമ്പി വരുന്ന വികാരം ഈ ഹിന്ദു വിരുദ്ധതയാണ്. അല്ല, അബ്ജോദ് എപ്പോൾ വാർത്ത അവതരിപ്പിച്ചാലും ഹിന്ദുവിനിട്ടൊരു കൊട്ട്, BJPക്ക് ഒരു കൊട്ട്, RSSന് ഒരു കൊട്ടുണ്ട് എപ്പോഴും. ഞാൻ ചോദിക്കുന്നത്, ആയിക്കോട്ടെ, കോടാനുകോടി മനുഷ്യർ വിശ്വസിച്ചൊരു കാര്യം, കോടാനുകോടി, ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്ന സമയത്ത് അബ്ജോദിൻ്റെ ഒറിജിനൽ മതമായ ക്രൈസ്തവ മതം യൂറോപ്പിലും മറ്റു പ്രദേശങ്ങളിലേക്കും പ്രചരിപ്പിക്കുന്നതിനും 1000 ആണ്ടുകൾക്ക് മുൻപ് ലോകത്തിന് വെളിച്ചം പകർന്നൊരു സംസ്കാരമാണ് സനാതനധർമ്മം. ഈ അബ്ജോദിൻ്റെ അപ്പൻ്റെ അപ്പൻ ഒരു സനാതനി ആയിരുന്നിരിക്കില്ലേ? അല്ല, ആകണമെന്നില്ല, വേറെ പുറത്തുനിന്ന് വല്ലതും വന്നതും ആകാമല്ലോ. അങ്ങനെയും വരാം. അങ്ങനെ പറങ്കികളോ? അല്ല, അങ്ങനെയും വരാം. ഇപ്പോൾ സനാതനി ആകണമെന്നില്ല. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മതം ക്രിസ്തു മതമായിരുന്നല്ലോ. ഇപ്പോഴാണ് അദ്ദേഹം മതമില്ല എന്ന് പറയുന്നത്. അദ്ദേഹം മാമോദീസ മുക്കിയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ പേരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ആ പേര് തന്നെ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ മതം ലോകത്ത് ആവിർഭവിക്കുന്നതിന് മുൻപ് സഹനമാണ് ജീവിതത്തിൻ്റെ നിത്യമായ സന്ദേശമെന്നും ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹമാണ് വേണ്ടത് എന്നും യേശുദേവൻ പ്രചരിപ്പിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സംസ്കാരം ഈ ലോകത്ത് സാധ്യമാണ് എന്ന് കാണിച്ചു കൊടുത്തതാണ് സനാതനധർമ്മം. അതിനെ ഏതെങ്കിലും ചാനലിൻ്റെ പിൻബലത്തിൽ ഇരുന്നു കൊണ്ട് ചുമ്മാ അതിൽ കയറി പറയുന്ന അഹങ്കാരമാണ്. ഇത് മാത്രമല്ല, ആരോ പറയുന്നത് കേട്ടു അബ്ജോദിൻ്റെ ഭാര്യ ഒരു ഹിന്ദുവാണ്. എനിക്കറിയില്ല, അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കരുത്. ഇനി അബ്ജോദിൻ്റെ ഭാര്യ ഹിന്ദു ആവട്ടെ ആവാതിരിക്കട്ടെ, അത് പേഴ്സണൽ കാര്യമാണ്, നമ്മൾ അതിലേക്ക് പോകണ്ട. എൻ്റെ പരിഗണനാ വിഷയം. പക്ഷേ എൻ്റെ പരിഗണനയിൽ വേറൊരു കാര്യമുണ്ട് സാർ. അബ്ജോദിന് കുട്ടികളുണ്ടെങ്കിൽ അവരെ ഈ സനാതന വിരുദ്ധരാക്കി വളർത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അപ്പം ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു ആണെങ്കിൽ അവർ ഹിന്ദുവായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ, സനാതന വിരുദ്ധ? അതിലൊരു പ്രശ്നമുണ്ട്. അതിനും അധികാരമില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അബ്ജോദിൻ്റെ അപ്പൻ എന്തായാലും ദൈവവിശ്വാസിയും ക്രിസ്തു മതവിശ്വാസിയും ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ മകനല്ലേ ഇപ്പോൾ തനിക്ക് മതമില്ലാന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മകൻ എന്ത് വേണമെന്നുള്ള കാര്യം അങ്ങേര് സ്വീകരിച്ചാൽ പോരെ? അല്ല, അബ്ജോദിന് സ്വീകരിക്കേണ്ടി വരുമല്ലോ. അബ്ജോദിൻ്റെ മക്കൾക്ക് മാമോദീസ മുക്കിയിട്ടുണ്ടോ? എനിക്കറിയില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന്.
ഇയാൾ ഏത് മതത്തിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല. സനാതനധർമ്മം എന്ത് എന്നറിയാതെ അതിനെ അപഹസിക്കുകയും അതിനെ മാരകമായ പകർച്ചവ്യാധിയാണ് എന്ന് അപലപിക്കുകയും ചെയ്യുന്നത്. അല്ല, പകർച്ചവ്യാധിയാണെങ്കിൽ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം. ഹിന്ദുവിനെ കൊല്ലണമെന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. അതിനെ അപലപിക്കുകയും അതിനെ സംഹാരത്തോടു കൂടി അതിനെ കാണുകയും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ലോകത്തിൻ്റെ വെളിച്ചമായി ഇന്നും നിൽക്കുന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ ആധാരശിലയെ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ധിക്കാരം പറയാനുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവനവൻ അത് ആത്മനിയന്ത്രണം പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാലിച്ചത് തന്നെയാണ്. ഹിന്ദു വിരുദ്ധത മാത്രം അജണ്ടയാക്കിയ ഒരു മനുഷ്യൻ. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയാണ്. ജോൺ ബ്രിട്ടാസും കുംഭമേളയെക്കുറിച്ചൊക്കെ അപഹസിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെ മകളുടെ കല്യാണം ആചാരപ്രകാരം പള്ളിയിലാണ് നടത്തിയത്. അല്ല, ബ്രിട്ടാസ് തന്നെ സെമിനാരിയിൽ നിന്ന് പോയി പഠിച്ചിട്ട് പോകുന്നവനാണ്. അപ്പോൾ അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇവരെല്ലാം സനാതന വിരുദ്ധരാണ്.